കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഹരേ കൃഷ്ണ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പൂന്താനത്തിന് നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാനിലുള്ള ഭക്തിയും ഗുരുവായൂരപ്പ ഭഗവാന് പൂന്താനത്തോടുള്ള ഇഷ്ടവും ഗുരുവായൂരമ്പലത്തിൻ്റെ തെക്കേ നടയിലുള്ള മരപ്രഭു എന്താണ് എന്നുള്ളതും നമുക്ക് നോക്കാം. ആദ്യം മഹാകവി പൂന്താനത്തെക്കുറിച്ച് നമുക്കറിയാം. ഏകദേശം 600 വർഷങ്ങൾക്ക് മുൻപ് ജ്ഞാനപ്പാന എന്ന പ്രസിദ്ധമായ കൃതി എഴുതിയ പൂന്താനം നമ്പൂതിരിയുടെ ഇല്ലം സ്ഥിതി ചെയ്യുന്നത് കീഴാറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നിന്നും നിലമ്പൂരിലേക്ക് പോകുന്ന വഴിയാണ് കീഴാറ്റൂർ. അവിടെ പൂന്താനം ഇല്ലത്തിലാണ് പൂന്താനം നമ്പൂതിരി ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ഈ ഇല്ലം ഇന്ന് ഗുരുവായൂർ ദേവസ്വമാണ് സംരക്ഷിക്കുന്നത്. 1547 മലപ്പുറം ജില്ലയിലെ കീഴാറ്റൂരിൽ ഈ പൂന്താനം ഇല്ലത്താണ് പൂന്താനം എന്ന നമ്മുടെ മഹാകവി ജനിച്ചത്. 1640 വരെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. പൂന്താനത്തിൻ്റെ ശരിയായ പേരെന്താണെന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ഇല്ലത്തിൻ്റെ പേരായ പൂന്താനം എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. പൂന്താനം മഹാകവിയുടെ പ്രധാന കൃതി ഏതാണെന്ന് നോക്കാം. മലയാളികൾക്ക് മുഴുവൻ അറിയാവുന്ന ജ്ഞാനപ്പാന എന്ന പ്രസിദ്ധമായ ഭക്തികാവ്യമാണ് പൂന്താനത്തിൻ്റെ ഏറ്റവും പ്രധാന കൃതി. കൂടാതെ സന്താന ഗോപാല പാന എന്ന മറ്റൊരു കൃതിയും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പൂന്താനം കൃതികളുടെ പ്രത്യേകത എന്താണെന്നാൽ ഏകദേശം 600ഓളം വർഷം പഴക്കമുള്ള കാലഘട്ടത്തിലാണ് അദ്ദേഹം കൃതികൾ എഴുതിയിരുന്നത്. ഏറ്റവും വലിയ ഒരു കൃഷ്ണഭക്തനായ നമ്മുടെ പൂന്താനം നമ്പൂതിരി അക്കാലത്ത് മലയാള ഭാഷയിൽ സംസ്കൃത പദങ്ങളുടെ പ്രയോഗം വളരെയേറെ കൂടുതലായിരുന്നിട്ട് പോലും മലയാളത്തിലാണ് കൃതികളെല്ലാം എഴുതിയിരുന്നത്. അതുകൂടാതെ പ്രമുഖരായ കവികൾ സംസ്കൃത ഭാഷയിലായിരുന്നു കൃതികൾ എഴുതിയിരുന്നത്. അക്കാലത്താണ് മലയാള ഭാഷയിൽ തന്നെ നമ്മുടെ പൂന്താനം ഭക്തികാവ്യമായ ജ്ഞാനപ്പാന എഴുതിയത്. പാന എന്നത് ഒരു കാവ്യശൈലിയാണ്. സരളമായ ഭാഷ ഉപയോഗിച്ച് എഴുതുന്ന കാവ്യങ്ങൾ പാന എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. സന്താന ഗോപാല പാന എന്ന മറ്റൊരു കൃതിയും അദ്ദേഹത്തിന് പ്രസിദ്ധമായിട്ടുണ്ട്. പൂന്താനം ഇല്ലത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നാൽ ആദ്യം ദൈവങ്ങളുടെ ചിത്രങ്ങൾ വച്ചിരിക്കുന്നു. നാമജപം നടത്തുന്നതിന് വേണ്ടി ഉള്ള ഒരു ചെറിയ തുറന്ന മുറി കാണാം. 4 കെട്ടാണ്. അവിടെ നിന്ന് ഇടത്തേക്ക് തിരിയുമ്പോൾ ആദ്യത്തെ മുറിയിൽ തന്നെ തിരുമാന്താംകുന്ന് ഭഗവതിയെ കുടിയിരുത്തിയിരിക്കുന്നത് കാണാം. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്നവർക്ക് ഇല്ലത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ പാദരക്ഷകൾ അഴിച്ചു വെക്കേണ്ടതാണ്. ഉള്ളിൽ ചെറിയൊരു നടുമുറ്റവും അതുപോലെ തന്നെ മറ്റു കുറച്ച് മുറികളും ഉണ്ട്. അടുക്കളയിൽ നിന്ന് തന്നെ വെള്ളം കോരാൻ സൗകര്യത്തിന് തടിക്കപ്പിയോടുകൂടിയ ഒരു പഴയകാല കിണറും കാണാൻ സാധിക്കും. പത്തായപുരയും ദേവസ്വം പണി കഴിപ്പിച്ചിട്ടുള്ള വേദിയും നമുക്ക് കാണാം. അത് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇല്ലത്തിൻ്റെ പൂമുഖം കാണാം. ഇല്ലത്തിലേക്കുള്ള യഥാർത്ഥ വഴി മുൻപിൽ കൂടിയാണെങ്കിലും യാത്രക്കാരുടെയും സന്ദർശകരുടെയും സൗകര്യമനുസരിച്ച് പ്രധാന പാതയിൽ നിന്ന് പുറകിലൂടെ വഴി നിർമ്മിച്ചിട്ടുണ്ട്. പൂമുഖത്ത് തൊട്ടടുത്തായി തന്നെ മറ്റൊരു ചെറിയ പ്രദേശമുണ്ട്. ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഈ സ്ഥലത്താണ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത് എന്നും അങ്ങനെ അവിടെ നിന്നും പൂന്താനത്തിന് ഉടലോടെ സ്വർഗത്തിലേക്ക് പോകുവാൻ സാധിച്ചു എന്നുമാണ് പറയപ്പെടുന്നത്. പ്രകാരമാണ് പൂന്താനത്തിൻ്റെ ഇല്ലം ഇന്നും നമുക്ക് ഏവർക്കും സന്ദർശിക്കാവുന്നതാണ്. പൂന്താനത്ത് നമ്പൂതിരിയും മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയും ജീവിച്ചിരുന്നത് ഒരേ കാലഘട്ടത്തിലായിരുന്നു. പൂന്താനത്ത് നമ്പൂതിരിക്ക് വളരെ ആഗ്രഹിച്ചിരുന്ന സീമന്തപുത്രനായിട്ട് ഒരു ഉണ്ണിയുണ്ടായി. ആ ഉണ്ണിയുടെ അന്നപ്രാശനം അടിയന്തരം പ്രമാണിച്ച് സ്വജനങ്ങളുടെ ഇല്ലങ്ങളിലെല്ലാം ക്ഷണിച്ചിരുന്നു. മുഹൂർത്തം രാത്രിയിലായിരുന്നു. ക്ഷണപ്രകാരം വന്നു ചേർന്ന അന്തർജനങ്ങൾ അവരുടെ വസ്ത്രഭാണ്ഡങ്ങൾ അവിടെ ഒരു സ്ഥലത്ത് ഉറക്കിക്കിടത്തിരുന്ന ഉണ്ണിയുടെ മീതെ അറിയാതെ കൊണ്ടുചെന്നിട്ടു. അന്നത്തെ കാലഘട്ടത്തിൽ മണ്ണെണ്ണ വിളക്കുകളും എണ്ണ വിളക്കുകളുമൊക്കെ ആയിരുന്നല്ലോ. താരതമ്യേന പ്രകാശം കുറവായിരുന്നിരിക്കണം. ചോറൂണിന് മുഹൂർത്തമെടുത്തപ്പോൾ ഉണ്ണിയുടെ അമ്മ ഉണ്ണിയെ എടുത്ത് കുളിപ്പിക്കാനായി ചെന്നപ്പോഴേക്കും ഉണ്ണി ശ്വാസം മുട്ടി മരിച്ചിരിക്കുന്നതായി കണ്ടു. അപ്പോൾ അവിടെ കൂടിയിരുന്നവർക്കും വിശേഷിച്ച് ഉണ്ണിയുടെ മാതാപിതാക്കൾക്കും ഉണ്ടായ വ്യസനം എത്രമാത്രം ഉണ്ടായിരുന്നു എന്നുള്ളത് പറയണമെന്നില്ലല്ലോ. പ്രകൃത്യാ തന്നെ ഒരു വിഷ്ണു ഭക്തനും
സാധുവുമായിരുന്ന പൂന്താനം നമ്പൂതിരി ഉണ്ണി മരിച്ചതോടുകൂടി ഒരു വിരക്തനും കൂടിയായി തീർന്നു. അദ്ദേഹം തൻ്റെ പുത്രൻ മരിച്ചതിനാലുള്ള വ്യസനത്തോടു കൂടി ഉണ്ടാക്കിയ കൃതിയാണ് പ്രസിദ്ധമായ ജ്ഞാനപ്പാന. അത്യന്തം ദുസ്സഹങ്ങളായ വ്യസനങ്ങൾ നേരിടുന്ന കാലങ്ങളിൽ ഈ ജ്ഞാനപ്പാന വായിച്ചാൽ മനസ്സിന് വളരെ സമാധാനമുണ്ടാകുമെന്നുള്ളതിന് സംശയമില്ല. ഇത് എല്ലാവർക്കും അർത്ഥം മനസ്സിലാക്കത്തക്കവണ്ണം വളരെ ലളിതവും സരസവുമായിട്ടുള്ളതാണ്. ഉണ്ണി മരിച്ചതിന് ശേഷം പൂന്താനത്ത് നമ്പൂതിരി കുളിയും ജപവും പ്രദക്ഷിണവും നമസ്കാരവുമായി മിക്കവാറും ഗുരുവായൂർ ക്ഷേത്രത്തിൽ തന്നെ താമസിച്ചു കൊണ്ടിരുന്നു. അക്കാലത്താണ് ഭജനത്തിനായി മേൽപ്പത്തൂർ ഭട്ടതിരിയും അവിടെ വന്നു ചേർന്നത്. നാരായണ ഭട്ടതിരി നാരായണീയം ഉണ്ടാക്കാനായി ആരംഭിച്ചപ്പോൾ പൂന്താനത്ത് നമ്പൂതിരി സന്താനഗോപാലം സന്താനകരമായിട്ടുള്ളതാണല്ലോ എന്ന് വിചാരിച്ച് ആ കഥ ഒരു പാനയായിട്ടുണ്ടാക്കുവാനും തുടങ്ങി. പാന എന്താണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതിവിദ്വാനും വേദജ്ഞനുമായിരുന്ന ഭട്ടതിരിക്ക് ഭാഷാകവിതയെക്കുറിച്ചും വേദഹീനവും അവിൽപ്പന്നവുമായ പൂന്താനം നമ്പൂതിരിയെക്കുറിച്ചും അന്തരത്താൽ വളരെ പുച്ഛമുണ്ടായിരുന്നു. സാധുവായ നമ്പൂതിരി ആ സൂക്ഷ്മാവസ്ഥ അറിയാതെ ഒരു ദിവസം താൻ ഉണ്ടാക്കിയ ഏതാനുമായിരുന്ന സന്താനഗോപാലം പാന ഭട്ടതിരിയുടെ അടുക്കൽ കൊണ്ടുചെന്നു പിഴ നോക്കി തിരുത്തി കൊടുക്കണമെന്ന് അപേക്ഷിച്ചു. അപ്പോൾ ഭട്ടതിരി ഭാഷാകവിതയിൽ നോക്കാൻ എന്തിരിക്കുന്നു, അതിൽ അബദ്ധമല്ലാതെ വല്ലതും കാണുമോ? വിശേഷിച്ചും പൂന്താനത്തിന് വിഭക്തി ഉറച്ചിട്ടുമില്ല, അതിനാൽ അത് മുഴുവനും പിഴ തന്നെ ആയിരിക്കും എന്നു പറഞ്ഞു. പലരും കേൾക്കെ ഭട്ടതിരി ഇപ്രകാരം പറഞ്ഞപ്പോൾ നമ്മുടെ പൂന്താനം നമ്പൂതിരി വ്യസനം സഹിക്കുക വയ്യാതെ പൊട്ടിക്കരഞ്ഞു പോയി. ആ സമയത്ത് ശ്രീകോവിലിനകത്ത് നിന്ന് പൂന്താനത്തിന് ഭട്ടതിരിയോളം വിഭക്തി ഉറച്ചിട്ടില്ലെങ്കിലും ഭട്ടതിരിയേക്കാൾ ഭക്തി ഉറച്ചിട്ടുണ്ട് എന്നൊരു അശരീരി വാക്ക് ഉണ്ടായി. ഗുരുവായൂരപ്പ ഭഗവാന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ഭട്ടതിരിക്ക് വളരെ വ്യസനവും ലജ്ജയും പശ്ചാത്താപവും ഉണ്ടാക്കിയെന്നുള്ളത് പറയണമെന്നില്ലല്ലോ. ഉടനെ ഭട്ടതിരി നമ്പൂതിരിയെ അന്വേഷിച്ചപ്പോൾ നമ്പൂതിരി വ്യസനിച്ച് കരഞ്ഞുകൊണ്ട് അമ്പലത്തിൻ്റെ ഒരു കോണിൽ പോയി ഇരിക്കുന്നതായി അറിഞ്ഞു. അവിടെ ചെന്ന്, ഹേ പൂന്താനം, ഞാൻ പറഞ്ഞതുകൊണ്ട് മുഷിഞ്ഞു വന്ന് കിടക്കുകയാണോ? ഞാനപ്പോൾ ഒരു മനോരജ്യം വിചാരിച്ചു കൊണ്ടിരുന്നതിനാൽ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. പൂന്താനത്തിൻ്റെ കവിത വളരെ നല്ലതാണെന്ന് അങ്ങയുടെ ജ്ഞാനപ്പാന കൊണ്ട് തന്നെ സർവ്വസമ്മതമായിട്ടുള്ളതല്ലേ. പിന്നെ ഞാൻ എങ്ങനെ നേരം പോക്കായി പറഞ്ഞതിന് മനസ്താപപ്പെടാനുണ്ടോ? സന്താനഗോപാലം തീർന്നിടത്തോളം കാണട്ടെ, ഞാൻ നോക്കി തിരുത്തിത്തരാമല്ലോ എന്ന് പറഞ്ഞ് നമ്പൂതിരിയെ ആശ്വസിപ്പിക്കുകയും സന്താനഗോപാലം വാങ്ങി തീർന്നിടത്തോളം ഭാഗം മുഴുവനും നോക്കി അതിനെക്കുറിച്ചും വളരെ ശ്ലാഘിച്ചു പറഞ്ഞ് നമ്പൂതിരിയെ സന്തോഷിപ്പിക്കുകയും ചെയ്തു. സന്താനഗോപാലത്തിൽ ശ്രീകൃഷ്ണനും അർജുനനും കൂടി വൈകുണ്ഠത്തിൽ ചെന്ന ഭാഗത്ത് വൈകുണ്ഠത്തെ ഏതു പ്രകാരമാണ് വർണ്ണിക്കേണ്ടത് എന്ന് വിചാരിച്ചുകൊണ്ട് പൂന്താനം നമ്പൂതിരി ഒരു ദിവസം കിടന്നുറങ്ങുമ്പോൾ ഗുരുവായൂരപ്പൻ വൈകുണ്ഠത്തെ നമ്പൂതിരിക്ക് സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തു. അതിൻ പ്രകാരമാണ് നമ്പൂതിരി വൈകുണ്ഠത്തെ വർണ്ണിച്ചിരിക്കുന്നത്. നാരായണ ഭട്ടതിരിയുടെ നാരായണീയം മുഴുവനും തീർന്ന ദിവസം തന്നെയാണ് പൂന്താനത്തിന് സന്താനഗോപാലം പാനയും കുറ തീർന്നതെന്നാണ് കേൾവി. ഭക്തശിരോമണിയായ പൂന്താനത്ത് നമ്പൂതിരിയെ യോഗ്യനാക്കാൻ വേണ്ടി ഗുരുവായൂരപ്പൻ പലരെയും അബദ്ധരാക്കിയിട്ടുള്ളതായി പല കഥകളുണ്ട്. നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാൻ ഭക്തർക്ക് വേണ്ടിയാണല്ലോ. ഒരു ദിവസം പൂന്താനം നമ്പൂതിരി സഹസ്രനാമം ചൊല്ലുമ്പോൾ പത്മനാഭോ മരപ്രഭു എന്ന് ചൊല്ലി. അത് കേട്ട് വിദ്വാനായ മറ്റൊരു നമ്പൂതിരി, ചിലയിടത്ത് അത് ഭട്ടതിരിപ്പാടാണെന്ന് പറയപ്പെടുന്നു, വിഡ്ഢി, മരപ്രഭുവല്ല അമരപ്രഭുവാണ്, പത്മനാഭോ അമരപ്രഭു എന്ന് സന്ധി ചേർത്ത് ചൊല്ലുക തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ മരപ്രഭു ആരാണ്? ഞാൻ മരപ്രഭുവാണ് എന്നൊരു അശരീരി വാക്ക് ശ്രീകോവിലിനകത്തു നിന്ന് കേൾക്കപ്പെട്ടു. അപ്പോൾ വിദ്വാൻ നമ്പൂതിരി അബദ്ധനായി തീർന്നുവെന്നുള്ളത് പറയണമെന്നില്ലല്ലോ. സ്തബ്ധരായ പണ്ഡിതന്മാരുടെ അഹങ്കാരവും അസ്തമിച്ചു. അവർ പൂന്താനത്തോട് മാപ്പു പറഞ്ഞത്രേ. ഭക്തൻ്റെ കണ്ണു നിറഞ്ഞാൽ മരപ്രഭു മാത്രമല്ല, ഭക്തൻ സങ്കല്പിക്കുന്ന എന്തുമാകും നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാൻ. നിഷ്കളങ്ക ഭക്തിക്ക് മുന്നിൽ വെണ്ണം പോലെ ഉരുകുന്ന ഭക്തവത്സലനാണ് നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാൻ.
ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയിലാണ് മരപ്രഭു. ലോകത്തെ ഏറ്റവും വലിയ കളിമൺ ശില്പമാണ്. വൃക്ഷസങ്കല്പത്തിൽ ശരീരവും യോഗഭാവത്തിൽ ധ്യാനലീനനായ ഭഗവാന്റെ ശിരസ്സുമാണ്. 1995 ജൂൺ 24 ഈ ശില്പം സ്ഥാപിച്ചത്. ശില്പി ആലുവ PV രാമചന്ദ്രൻ്റെ നേതൃത്വത്തിൽ നിലമ്പൂർ അരുവാക്കോട് ഗ്രാമത്തിലെ ആദി ആന്ധ്ര പുലാല ബ്രാഹ്മണരാണ് നിലമ്പൂരിൽ നിന്നെത്തിച്ച കളിമണ്ണ് കൊണ്ട് ഈ ശില്പം നിർമ്മിച്ചത്. 6500 ഇഷ്ടികകൾക്കുള്ളിൽ കളിമണ്ണ് ചാലിച്ചൊഴിച്ച് 108 തരം പച്ചമരുന്നുകളും ചേർത്ത് 3.5 മാസം കൊണ്ടായിരുന്നു നിർമ്മിതി. മഹാകുംഭകാവസ്ഥയാണ് ശില്പഭാവം. 2010 കനകപ്രഭാമണ്ഡലവും നിർമ്മിച്ചു. അമരപ്രഭുവിൻ്റെ ഈ ഭാവം നാം ഏവരും ഗുരുവായൂരിൽ കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഗുരുവായൂരിൽ ദീപസ്തംഭത്തിന് മുന്നിൽ തൊഴുതു നിൽക്കുമ്പോഴാണ് ശില്പത്തിൻ്റെ ആകാരം വെളിപ്പെട്ട് കിട്ടിയതെന്ന് രാമചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. ശില്പി യോഗഭാവത്തിൻ്റെ മൂർത്തിഭാവമായ മഹാകുംഭാവസ്ഥയിലാണ് പ്രതിഷ്ഠ. ശില്പത്തിലെ അരയാൽ വൃക്ഷം ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെയും ശിരസ് പരമാത്മാവിനെയും സൂചിപ്പിക്കുന്നു. മരപ്രഭുവിൻ്റെ മൂലമന്ത്രം ജപിച്ച് പ്രദക്ഷിണം ചെയ്താൽ ജന്മാന്തര ദുരിതങ്ങൾ അകലുമെന്നാണ് വിശ്വാസം. പ്രകൃതി പ്രതിഭാസങ്ങളായ മഴയും മഞ്ഞും വെയിലുമാണ് മരപ്രഭുവിനുള്ള നൈവേദ്യങ്ങൾ. അതിനാൽ പ്രത്യേക പൂജയോ വഴിപാടുകളോ ഇവിടെ സമർപ്പിക്കാറില്ല. ഗുരുവായൂരപ്പനെ ദർശിച്ച് പ്രാർത്ഥിച്ച ശേഷം മരപ്രഭുവിനെ പ്രദക്ഷിണം ചെയ്താൽ മാംഗല്യ ഭാഗ്യസിദ്ധിയും മാറാ രോഗശാന്തിയും ലഭിക്കുമെന്നാണ് വിശ്വാസം. മരപ്രഭുവിന് ചുറ്റുമുള്ള കനകപ്രഭാമണ്ഡലത്തിൽ അത്യപൂർവ പ്രസരണശേഷിയുള്ള മഹാപൈശാചിക ഘൃതം എന്ന നെയ്യ് നിറച്ചിരിക്കുന്നു. അതിനാൽ ഇതിൻ്റെ സമീപമിരുന്നാൽ നെഗറ്റീവ് ഊർജത്തെ ശമിപ്പിച്ച് മനസ്സിൽ പോസിറ്റീവ് ചിന്തകൾ ഉണർത്തും. അതായത് മനഃശാന്തി കൈവരുമെന്ന് ചുരുക്കം. കനകപ്രഭാമണ്ഡലത്തിൽ ബ്രാഹ്മി ലിപിയിൽ മരപ്രഭുവിൻ്റെ മൂലമന്ത്രം കൊത്തിവെച്ചിട്ടുണ്ട്. ബ്രഹ്മാണ്ഡ സർവവും ജഡരെ വഹിക്കുമീ സകല മരാമര പ്രഭുവേ പ്രണാമം. ബ്രഹ്മാണ്ഡത്തെ ഉദരത്തിൽ വഹിക്കുന്ന മഹാപ്രഭുവിനെ പ്രണമിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാന് പൂന്താനം നമ്പൂതിരിയോടുള്ള ഇഷ്ടം നമുക്ക് ഈ കഥയിൽ ശ്രവിക്കാം. പൂന്താനത്ത് നമ്പൂതിരിക്ക് വ്യുൽപ്പത്തി ഇല്ലാതിരുന്നുവെങ്കിലും ഗുരുവായൂർ ക്ഷേത്രത്തിലിരുന്ന് പല വിദ്വാൻമാർ ഭാഗവതം വായിച്ച് അർത്ഥം പറയുന്നത് കേട്ട് അദ്ദേഹത്തിന് ഭാഗവതം ഏത് ഭാഗം വായിക്കുന്നത് കേട്ടാലും അർത്ഥം പറയാറായി തീർന്നു. എന്നു മാത്രമല്ല, ഭക്തനായ അദ്ദേഹം ഭക്തിരസത്തോടുകൂടി അർത്ഥം പറയുന്നത് കേൾക്കാൻ എല്ലാവർക്കും വളരെ കൗതുകമുണ്ടായി തീർന്നു. ഒടുക്കം ഭാഗവതം ആര് വായിച്ചാലും അർത്ഥം പറയാൻ പൂന്താനത്ത് നമ്പൂതിരി വേണമെന്ന് ജനങ്ങൾക്ക് നിർബന്ധമായി തീർന്നു. അതുകൊണ്ട് വിദ്വാൻമാരായവർക്ക് നമ്പൂതിരിയോട് കുറേശ്ശെ അസൂയയും തോന്നി തുടങ്ങി. എങ്കിലും ആര് വായിച്ചാലും അർത്ഥം പറയുക പൂന്താനം നമ്പൂതിരി തന്നെയെന്ന് പതിവായി തീർന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭാഗവതം വായന പതിവായിട്ടുണ്ട്, അറിയാമല്ലോ. ഒരു ദിവസം ഒരു വിദ്വാൻ വായിക്കാനും പൂന്താനത്ത് നമ്പൂതിരി അർത്ഥം പറയാനും തുടങ്ങി. വായന കേൾക്കാൻ പണ്ഡിതന്മാരും പാമരന്മാരുമായിട്ട് അസംഖ്യം ജനങ്ങളും അവിടെ വന്നുകൂടി. അന്ന് വായിച്ച ഭാഗം രുക്മിണി സ്വയംവരം കഥയായിരുന്നു. വ്യുൽപ്പത്തി ഇല്ലാതിരുന്നതിനാൽ നമ്പൂതിരി അർത്ഥം പറയുന്നത് അദ്ദേഹത്തിന് മനോധർമ്മം പോലെയെന്നല്ലാതെ ശ്ലോകാർത്ഥം മനസ്സിലാക്കിയിട്ടല്ലായിരുന്നു. അതിനാൽ രുക്മിണി കൃഷ്ണൻ്റെ അടുക്കലേക്ക് ബ്രാഹ്മണനെ പറഞ്ഞയക്കുന്ന ദിക്കിൽ നമ്പൂതിരി രുക്മിണി ഇങ്ങനെയൊക്കെ പറഞ്ഞു, ബ്രാഹ്മണൻ്റെ കയ്യിൽ ഒരു എഴുത്തും കൊടുത്തയച്ചു എന്നാണ് അർത്ഥം പറഞ്ഞത്. എഴുത്ത് കൊടുത്തയച്ചത് എന്നുള്ളത് ഭാഗവതത്തിൽ പറഞ്ഞിട്ടില്ലാത്തതായിരുന്നതിനാൽ ഇത് കേട്ടുകൊണ്ടിരുന്ന വിദ്വാനായ ഒരു നമ്പൂതിരി പൂന്താനത്ത് നമ്പൂതിരിയോട് എഴുത്ത് കൊടുത്തയച്ചു എന്നുള്ളത് ഏത് ശ്ലോകത്തിലാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ പൂന്താനത്ത് നമ്പൂതിരി മറുപടി പറയാൻ നിവൃത്തിയില്ലാതെ വിഷമിച്ചു. അപ്പോൾ ശ്രീകോവിലിനകത്തു നിന്ന് ഒരാശരീരി കേട്ടു, എഴുത്ത് കൊടുത്ത് അയച്ചില്ല എന്ന് ഏത് ശ്ലോകത്തിലാണ് പറഞ്ഞിരിക്കുന്നത്? ആ ബ്രാഹ്മണൻ എൻ്റെ അടുക്കൽ വന്നപ്പോൾ രുക്മിണിയുടെ ഒരു എഴുത്തുകൂടി കൊണ്ടുവന്നിരുന്നു എന്ന ഈ അശരീരി വാക്ക് കേട്ടപ്പോൾ അവിടെ കൂടിയിരുന്നവരെല്ലാം അത്ഭുതപ്പെട്ടു. ഭഗവാന്റെ അശരീരിയെ ശ്രവിച്ച് ആശ്ചര്യചകിതരായി. ഇത് കേട്ടപ്പോൾ ദുശ്ചോദ്യം ചോദിച്ച നമ്പൂതിരി
വളരെ മധ്യമമാവുകയും പൂന്താനത്ത് നമ്പൂതിരി വളരെയധികം സന്തോഷിക്കുകയും ശേഷമുള്ളവർ അത്ഭുതപ്പെടുകയും ചെയ്തു. ഇപ്രകാരം കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും പൂന്താനത്ത് നമ്പൂതിരിയെക്കുറിച്ച് എല്ലാവർക്കും വളരെ ബഹുമാനമുണ്ടായി തീർന്നു. ക്ഷേത്രത്തിൽ പതിവായി നമസ്കാര ഭക്ഷണത്തിനിരിക്കുമ്പോൾ വേദജ്ഞന്മാരും വിദ്വാൻമാരുമായ ബ്രാഹ്മണർ എത്ര പേരുണ്ടായിരുന്നാലും പൂന്താനത്ത് നമ്പൂതിരിയെ മാന്യസ്ഥാനത്ത് ഒന്നാമനായിട്ട് ഇരുത്തുക പതിവായി. ക്രമേണ ആര് പറഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിന് മാന്യസ്ഥാനത്ത് ഇരിക്കാമെന്നായി തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ദൂരസ്ഥനും വിദ്വാനും വേദജ്ഞനുമായ ഒരു നമ്പൂതിരിപ്പാട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനായി വന്നു. നമ്പൂതിരിപ്പാട്ടിലേക്ക് ഊണും ക്ഷേത്രത്തിൽ തന്നെയായിരുന്നു. അതിനാൽ ക്ഷേത്രാധികാരിയായ നമ്പൂതിരി അന്ന് ഭക്ഷണത്തിന് മാന്യസ്ഥാനത്ത് നമ്പൂതിരിപ്പാടിനെ ഇരുത്തണമെന്ന് നിശ്ചയിച്ചു. പൂന്താനത്ത് നമ്പൂതിരി ആ സംഗതി അറിയാതെ പതിവ് പോലെ ഊണുകാലമായപ്പോൾ മാന്യസ്ഥാനത്ത് ഒന്നാമനായി പോയിരുന്നു. അപ്പോൾ ക്ഷേത്രാധികാരി പൂന്താനത്തിനോട്, മഹായോഗ്യനായിരിക്കുന്ന ഒരു ഉത്തമ ബ്രാഹ്മണൻ ഇവിടെ വന്നിരിക്കുന്ന സ്ഥിതിക്ക് ഇന്ന് താൻ ഇവിടെ കിടന്നിരിക്കുന്നത് ന്യായമായില്ല. അതിനാൽ വേഗം എണീറ്റ് മാറിയിരിക്കൂ എന്ന് പറഞ്ഞു. എങ്കിലും പല യോഗ്യന്മാർ കൂടി തനിക്ക് സമ്മതിച്ചു തന്നിരിക്കുന്ന ഈ മാന്യസ്ഥാനം വിട്ടുകൊടുക്കുന്നതിന് മനസ്സ് വരായികയാൽ പൂന്താനത്ത് നമ്പൂതിരി എണീറ്റ് മാറിയില്ല. അതിനാൽ ക്ഷേത്രാധികാരി അദ്ദേഹത്തിൻ്റെ കൈക്ക് പിടിച്ച് എണീപ്പിച്ചു. താൻ വേദാർഹനും വിദ്വാനും അല്ലാഞ്ഞിട്ടാണല്ലോ തന്നെ ഇങ്ങനെ അപമാനിച്ചതെന്ന് വിചാരിച്ചിട്ട് പൂന്താനത്ത് നമ്പൂതിരിക്ക് വളരെ വ്യസനമുണ്ടായി. അദ്ദേഹം ഉടനെ കരഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി. അപ്പോഴും ശ്രീകോവിലിനകത്തു നിന്നും, പൂന്താനം, ഇനി ദുഷ്ടന്മാരുടെ അടുക്കൽ താമസിക്കുകയും ഇവിടെ വരികയും വേണ്ട. പൂന്താനത്തിന് എന്നെ കാണണമെങ്കിൽ ഞാൻ പൂന്താനത്തിൻ്റെ ഇല്ലത്ത് വന്നുകൊള്ളാം എന്നൊരു അശരീരി വാക്കുണ്ടായി. ഭഗവാനാണേ. നമ്പൂരി അത് കേട്ട് സന്തോഷിച്ച് അപ്പോൾ തന്നെ തൻ്റെ ഇല്ലത്തേക്ക് പോവുകയും ചെയ്തു. നമ്പൂതിരി ഇല്ലത്ത് ചെന്നതിൻ്റെ ശേഷം ഭഗവാൻ വന്നു കണ്ടല്ലാതെ ഊണ് കഴിക്കുകയില്ലെന്ന് നിശ്ചയിച്ച് അവിടെ ഇരുന്നു. അപ്പോൾ ഭക്തവത്സനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ, നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാൻ, നമ്പൂതിരിയുടെ ഇല്ലത്ത് എഴുന്നള്ളി. ഭക്തശിരോമണിയായ നമ്പൂതിരി ഭക്തവത്സലനായ ഭഗവാനെ തൻ്റെ വാമഭാഗത്ത് പ്രത്യക്ഷമായി കണ്ട് നമ്പൂതിരി ഉടനെ എണീറ്റു ഭഗവാനെ സാഷ്ടാംഗമായി നമസ്കരിച്ച് വന്ദിച്ചു. അപ്പോൾ ഭഗവാൻ, ഇനി പൂന്താനം എന്നെ ഇവിടെ ഇരുന്ന് സേവിച്ചാൽ മതി, എൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരിക്കും എന്ന് അരുളി ചെയ്തതിൻ്റെ ശേഷം മറയുകയും ചെയ്തു. ഭക്തവത്സലനായ ഗുരുവായൂരപ്പനാണല്ലോ. നമ്പൂതിരി ഭഗവാനെ കണ്ടതായ ആ സ്ഥലത്ത് ഒരമ്പലം പണിയിച്ചു, ശ്രീകോവിൽ മാത്രം. അവിടെ ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹത്തെ കുടിയിരുത്തി പതിവായി പൂജാ നിവേദ്യാദികൾ കഴിച്ച് സേവിച്ചു കൊണ്ടിരുന്നു. ആ സ്ഥലം നമ്പൂതിരി ഇരുന്നതിൻ്റെ ഇടതുവശത്തായതിനാൽ ആ അമ്പലത്തിന് ഇടതുപുറത്തമ്പലം എന്ന് പേരിടുകയും ചെയ്തു. ഭാഗവതവും മറ്റും വായിച്ചു കേട്ടിട്ടുണ്ടായ പദപരിചയം കൊണ്ടും ഭഗവത് ഭക്തി കൊണ്ടും ഭഗവത് കാരുണ്യം കൊണ്ടും പൂന്താനത്ത് നമ്പൂതിരി കാലക്രമേണ സംസ്കൃതത്തിലും കവിതയുണ്ടാക്കാൻ ശക്തനായി തീർന്നു. പൂന്താനത്ത് നമ്പൂതിരി ഗുരുവായൂർ ക്ഷേത്രം വിട്ട് ഇല്ലത്ത് സ്ഥിര താമസമാക്കിയതിൻ്റെ ശേഷം ഭഗവത് കാരുണ്യത്താൽ അദ്ദേഹത്തിന് ദീർഘായുസ്സോടു കൂടിയ പുത്രസന്താനങ്ങൾ ധാരാളം ഉണ്ടാവുകയും അദ്ദേഹം പിന്നെയും വളരെ കാലം അർത്ഥപുത്ര മിത്രാദികളോടും ഭഗവാങ്കൽ നിശ്ചലതയും സുദൃഢവുമായ ഭക്തിയോടും കൂടി സുഖമാകും വണ്ണം ജീവിച്ചിരിക്കുകയും ചെയ്തു. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ ഇപ്രകാരം പറയപ്പെടുന്നുണ്ട്. യഥാർത്ഥ ഭക്തനോടൊപ്പമാണ് ഭഗവാൻ എന്ന് നമുക്ക് ഈ കഥകളിൽ നിന്നും ഈ അനുഭവ സാക്ഷ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാം. ഭൂലോക വൈകുണ്ഠമെന്നറിയപ്പെടുന്ന ഗുരുവായൂരിലെ വിശേഷ ദിനങ്ങളിലൊന്നാണ് പൂന്താന ദിനം. ഗുരുവായൂരപ്പൻ്റെ പരമഭക്തനും മഹാപണ്ഡിതനുമായ പൂന്താനം നമ്പൂതിരിയുടെ സ്മരണാർത്ഥമാണ് പൂന്താന ദിനം ആചരിക്കുന്നത്. കുംഭമാസത്തിലെ അശ്വതി നാളിലാണ് പൂന്താന ദിനം. ഈ ദിവസം ഗുരുവായൂരമ്പലത്തിൽ ദർശനം നടത്തിയാൽ ഗുരുവായൂരും മൂകാംബികയിലും ഒരുമിച്ച് തൊഴുതാനുള്ള ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം. ഗുരുവായൂർ ക്ഷേത്രനടയിൽ ഒരു ദിവസമെങ്കിലും ഭജനമിരിക്കുവാൻ സാധിക്കുന്നവർ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവരായി തീരുമെന്നാണ് വിശ്വാസം. അത് ഭഗവാന് ഏറ്റവും പ്രാധാന്യമുള്ള ദിനമാണെങ്കിൽ അത്യുത്തമം. ഐഹിക സുഖങ്ങളുടെ അർത്ഥശൂന്യതയും ഭഗവത് ഭക്തിയുടെ പ്രാധാന്യവും മനസ്സിലാക്കി തരുന്ന പൂന്താനത്തിൻ്റെ കൃതിയായ ജ്ഞാനപ്പന അന്നേ ഒരു തവണയെങ്കിലും പാരായണം ചെയ്യുന്നതും ശ്രവിക്കുന്നതും ശ്രേഷ്ഠമാണ്.
ഭഗവാനിലുള്ള അചഞ്ചലമായ ഭക്തി നമ്മെയും ഭഗവാനോട് അടുപ്പിക്കുന്നു, ഒപ്പം ഭഗവാൻ നമ്മളോട് കൂടെ തന്നെ ഇരിക്കുന്നതുമാണ്. ഏവർക്കും ഗുരുവായൂരപ്പ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.